ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ വാസ്തുശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്നത് ഒരു സോഷ്യലിസ്റ്റ് മാതൃകയാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം എല്ലാ ജീവജാലങ്ങൾക്കും ഇവിടെ ജീവിക്കാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. നമ്മൾ മറ്റൊന്നിൻ്റെയും ഹാനിക്ക് കാരണമാകരുത് എന്നുള്ളതാണ്. മറ്റുള്ളവയെ ജീവിക്കാൻ അനുവദിക്കുക, അതുപോലെ തന്നെ അതിനു വേണ്ട സഹായം ചെയ്യുക എന്നതുകൂടി നമുക്കിതിനകത്ത് അർത്ഥമാക്കാൻ സാധിക്കും. രുദ്രധാര നമ്മൾ ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പറയുന്നത് അണ്ണാന്റെ വിശേഷങ്ങളാണ്. അണ്ണാറക്കണ്ണൻ. നമ്മുടെയൊക്കെ നാട്ടിൽ പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, അണ്ണാന്റെ വാലിൽ പിടിച്ചു കഴിഞ്ഞാൽ പണമഴ പെയ്യുന്ന. ഇനി ഞാനിത് പറഞ്ഞതുകൊണ്ട് അതിന്റെ വാലിൽ പോയി പിടിച്ചിട്ട് കടിയും മേടിച്ചുകൊണ്ട് വരരുത്. ശരിക്കും പറഞ്ഞാൽ വാസ്തുശാസ്ത്രത്തിൽ ഒരുപാട് ജീവികളെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ സാധാരണയായിട്ട് വാസ്തു നോക്കുന്നത് കിണർ കുഴിക്കുമ്പോഴും അതുപോലെ വീട് വെക്കുമ്പോഴും മാത്രമാണ്, അല്ലേ? പിന്നീട് എന്തെങ്കിലും പ്രശ്നം, പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, അല്ലെ അതിനെക്കുറിച്ച് നോക്കുന്നത്. ഇവിടെ അണ്ണാറക്കണ്ണൻ എല്ലാ വീട്ടിലും വരാറുണ്ട്, അല്ലേ? അപ്പോൾ ഇതെല്ലാവരും പറയുന്നത് ഭയങ്കര പോസിറ്റീവാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ പറയാത്ത ചില കാര്യങ്ങളുണ്ട്, ഇതിനകത്തും ചില നെഗറ്റീവ് ഉണ്ട്. അത് പറയുന്നതിന് മുമ്പ് നമുക്ക് നല്ല വശങ്ങൾ മാത്രം പറയാം. അതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് നമ്മുടെ വീട്ടിലേക്ക് സ്ഥിരമായിട്ട് ഇതിങ്ങനെ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ഥിരം നമ്മളിതിനെ കാണുന്നെങ്കിൽ, അത് അർത്ഥമാക്കുന്നത് മറ്റൊന്നുമല്ല, ലക്ഷ്മി കടാക്ഷം അവിടെ ഉണ്ടെന്നുള്ളത്. പുരാണമായിട്ട് ഇതൊരു ബന്ധമുണ്ട് കേട്ടോ. ശ്രീരാമന്റെ കഥ അറിയാമല്ലോ. അപ്പോൾ ലക്ഷ്മി കടാക്ഷം ഉള്ളിടത്താണ് ഇത് സ്ഥിരം വരുന്നത് എന്ന് പറയപ്പെടുന്നു. വീടിന്റെ മുൻവശത്ത് കണ്ടു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവി അവിടേക്ക് പ്രവേശിക്കുന്നു എന്നൊരർത്ഥം അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തേക്ക് ഇത് വന്ന് കയറുകയാണെന്നുണ്ടെങ്കിൽ, സാധാരണ ഇത് ഭയങ്കരമായിട്ട് പേടിച്ചൊക്കെ ഇരിക്കുന്നത്, പക്ഷേ ഇത് ശരീരത്തേക്ക് വന്ന് കയറുകയാണെങ്കിൽ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം എന്ന് പറയപ്പെടുന്നു, അഥവാ വിഷ്ണു കവചം തീർത്തു എന്നൊരർത്ഥം കൂടി അതിനകത്ത് വരുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ തന്നെയാണെങ്കിലും, അതുപോലെ വീടിന്റെ അടുക്കളയിൽ വന്ന് കയറുകയാണെങ്കിൽ ആ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവില്ല, ഭക്ഷണത്തിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അവിടെ ഉണ്ടാവില്ല എന്നുകൂടി പറയപ്പെടുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ തന്നെയാണെങ്കിലും ഇത് വരുമ്പോൾ ഓരോ ദിവസവും ഓരോ അനുഭവങ്ങളാണ് കേട്ടോ, ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് സൺഡേ, ഞായറാഴ്ച ദിവസമാണ് നമ്മുടെ വീട്ടിലേക്ക് ഇത് വരുന്നത്, അല്ലെങ്കിൽ ആ ദിവസമാണ് കാണുന്നത്. സ്ഥിരമായിട്ട് സൺഡേസിൽ അല്ലെങ്കിൽ ഞായറാഴ്ചകളിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കാണിക്കുന്നത് വസ്തുലാഭം, അതുപോലെ തന്നെ വസ്തു തർക്കങ്ങളില്ലാതെയാകുന്നു. അതുപോലെ ഈ അനുകൂലമായിട്ടുള്ള വിധി, അതിനകത്ത് അനുകൂലമായിട്ടുള്ള വിധി ഉടൻ പ്രതീക്ഷിക്കാം എന്നുള്ള സൂചനയാണ് ഇവിടെ പ്രകൃതി നൽകുന്നത്. രണ്ടാമതായിട്ട് തിങ്കളാഴ്ചയാണ് ഇത് വരുന്നതെന്നുണ്ടെങ്കിൽ നല്ല ഭക്ഷണം, ഭക്ഷണ സമൃദ്ധി എന്ന് പറയപ്പെടുന്നുണ്ട്. ലക്ഷ്മി കടാക്ഷം പറയുന്നുണ്ട്. അതുപോലെ തന്നെ തടസ്സങ്ങളൊക്കെ മാറും എന്നുള്ളത് പറയപ്പെടുന്നുണ്ട്. തൊട്ട് അടുത്ത ദിവസം ട്യൂസ്ഡേ അഥവാ ചൊവ്വാഴ്ചയാണ് വരുന്നതെങ്കിൽ പ്രണയ സാഫല്യം പറയുന്നുണ്ട് കേട്ടോ. പ്രണയ സാഫല്യം, അതുപോലെ തന്നെ ദാമ്പത്യ സുഖം, ബന്ധു സമാഗമം, ഈ 3 കാര്യങ്ങളാണ് അന്നേ ദിവസം പറയപ്പെടുന്നത്. ഇനി അടുത്തത് ബുധനാഴ്ചയാണ് വരുന്നുണ്ടെങ്കിൽ വിഷ്ണു പ്രീതിയും രോഗമുക്തിയും വിദ്യാവിജയവും പറയുന്നു. അതായത് പഠന കാര്യത്തിൽ അല്ലെങ്കിൽ മത്സര പരീക്ഷയൊക്കെ എഴുതാൻ പോകുമ്പോൾ ഒരു വിജയം പറയപ്പെടുന്നുണ്ട്. അതുപോലെ വിഷ്ണു പ്രീതി, ഐശ്വര്യം, രോഗമുക്തി, അതായത് നിരവധി കാലങ്ങളായിട്ട് രോഗദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നും മുക്തി ഉണ്ടാകും എന്ന് പറയപ്പെടുന്നുണ്ട്. അടുത്തത് വ്യാഴാഴ്ചയാണ് ഇത് വരുന്നത് എന്നുണ്ടെങ്കിൽ ശത്രുനാശം, അതുപോലെ വിജയം, ധനം, വിദ്യാവിജയം, ഇത്രയും കാര്യങ്ങൾ പറയപ്പെടുന്നുണ്ട് വ്യാഴാഴ്ചയാണ് എന്നുണ്ടെങ്കിൽ. വെള്ളിയാഴ്ചയാണ് എന്നുണ്ടെങ്കിൽ ആഗ്രഹ സാഫല്യം, നമുക്ക് ഒരുപാട് നാളായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വാർത്ത അത് നമ്മളിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ കടബാധ്യത നമ്മളിൽ നിന്ന് ഒഴിയുന്നുണ്ട്. അതുപോലെ പുതിയ പുതിയ അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഉണ്ടാകുന്നു. അതുപോലെ ദൂരെയുള്ള ക്ഷേത്രങ്ങൾ, ഒരുപാട് അകലെയുള്ള ക്ഷേത്രങ്ങൾ ദർശിക്കാനുള്ള
അവസരം നമുക്ക് ലഭിക്കുകയും അതുവഴി തൊഴിൽ ലാഭം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുകൂടി പറയപ്പെടുന്നു. അതായത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളല്ലോ, ദൂരെയുള്ള ക്ഷേത്രങ്ങളൊക്കെ പോയി കാണുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കാണാൻ സാധിക്കുകയും അതുപോലെ തന്നെ അത് വഴി തൊഴിൽ ലാഭം ഉണ്ടാവുകയും ചെയ്യുന്നു. അടുത്തത് ഏറ്റവും അവസാനത്തത് ഏതാണ്? സാറ്റർഡേ അഥവാ ശനിയാഴ്ചയാണ് എന്നുണ്ടെങ്കിൽ സകല ദോഷ ശാന്തി, അതുപോലെ ദൈവാധീനം, ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. സകല ദോഷശാന്തിയും ദൈവാധീനവും തടസ്സവും നീങ്ങുന്നു. ഇത്രയുമാണ് ഓരോ ദിവസം വന്നാലുള്ള ഫലങ്ങൾ എന്ന് പറയുന്നത്. ഇത് പൊതുവെ എല്ലാവർക്കും ഇത് അറിയാവുന്നതാണ് അല്ലേ? അപ്പം ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ഇത് വരുന്നത് നല്ലതാണ്. വീട്ടില് ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സ്ഥിരം വരുന്നത് വളരെയധികം നല്ലതാണ്. വരുമ്പോൾ നമ്മൾ ഭക്ഷണം കൊടുക്കുക അല്ലേ? നമ്മുടെ വീട്ടിലേക്ക് എന്താ വരുന്നത്, എന്താണെങ്കിലും അതിനെന്താ ഒരു നേരത്തെ ക്ഷുദ്രജീവി അല്ലെങ്കിൽ അതിന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക. നമുക്കറിയാം ഇതൊരു സസ്തനിയാണ് എന്നുള്ള കാര്യം അറിയാം. അതുപോലെ തന്നെ ഇത് ഏകദേശം 50 അധികം ജനുസിൽ പെടുന്നതുണ്ട് അല്ലേ? ചാമ്പൽ, മലയെണ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് പല തരത്തിലുള്ളതുണ്ട്. അപ്പം ഇവൻ മരുഭൂമിയിൽ പോലും അണ്ണാറക്കണ്ണന്റെ സ്വാധീനം ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഈജിപ്തിലും ഒക്കെ നിറയെ ഇതിനെ കാണാൻ സാധിക്കും കേട്ടോ. പക്ഷേ മറ്റൊരു കാര്യം കൂടി ഇതിനകത്ത് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും എന്തൊരു കാര്യത്തിനും നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോസിറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ടാവും. ഇതിൽ എന്താണ് നെഗറ്റീവ് എന്നുള്ളതല്ലേ ചിന്ത അടുത്തത്. ഭയപ്പെടുത്താൻ വേണ്ടിയല്ല പറയുന്നത്. സാധാരണ നമ്മൾ ഈ ജീവിയെ അല്ലെങ്കിൽ ഈ അണ്ണാറക്കണ്ണനെ, അതിൻ്റെ കുഞ്ഞുങ്ങളെ ചിലപ്പോൾ നമ്മൾ താഴെ വീണ് കിടക്കുന്ന കാണും വീട്ടിൽ. ചെറിയ കുഞ്ഞുങ്ങൾ ഭയങ്കര ദോഷമാണ്. കുഞ്ഞുങ്ങൾ നിലത്ത് വീണ് കിടക്കുന്ന കാണുന്നത് ഭയങ്കര ദോഷമാണ്. അതുപോലെ ഇത് ചത്ത് കിടക്കുന്നത് കണ്ടാലും അതീവ ദോഷമാണ്. കുഞ്ഞുങ്ങളെ കിട്ടുമ്പോൾ നമ്മൾ അത് ചിലപ്പോൾ അതിനെ എടുത്തുകൊണ്ട് കൊണ്ടുപോയൊക്കെ വെക്കും അല്ലേ? എന്നാലും അതിനെ തിരക്കി അതിൻ്റെ അമ്മ വരാറുണ്ട്, വന്ന് എടുത്തുകൊണ്ട് പോകാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളതിനെ വളർത്താൻ ശ്രമിക്കാറുണ്ട്. ഇതിനെ വളർത്താൻ യാതൊരു കാരണവശാലും ശ്രമിക്കരുത്. ഭക്ഷണം കൊടുക്കാം, വരുമ്പോൾ ഭക്ഷണം കൊടുക്കാം, കൂട്ടിലിട്ട് നിങ്ങൾ യാതൊരു കാരണവശാലും ഇതിനെ വളർത്തരുത്. ഇനി ഇത് ചത്ത് കിടക്കുന്നത് കണ്ടാലോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ നിലത്ത് വീണ് കിടക്കുന്നത് കണ്ടാലോ എന്താണ് ഫലം എന്ന് വളരെ വ്യക്തമായി പറയപ്പെടുന്നുണ്ട്. ഒന്ന്, വംശനാശം. അതാണ് അണ്ണാന്റെ വംശനാശം അല്ല, ആ കുടുംബത്തിലുള്ളവരുടെ വംശനാശം, വംശപരമ്പരകൾ ഇല്ലാതെയാകും. ഒന്നാമത്തത്. അതുപോലെ ഭാവി, നല്ല രീതി ഭാവിയെ ബാധിക്കും. കുട്ടികൾ ഉണ്ടാവില്ല, ഉണ്ടായാലും പ്രശ്നങ്ങളായിരിക്കും എന്നുള്ളത് സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. പഠനം മുടങ്ങുക അഥവാ മുമ്പോട്ടുള്ള പഠനത്തിന് തടസ്സം നേരിടുക. കേസ്, വഴക്ക് തുടങ്ങിയവ, വസ്തുതർക്കം, വേർപാട്, ഇത്രയും കാര്യങ്ങൾ കൂടെ അതിനകത്ത് പറയപ്പെടുന്നുണ്ട്. പോരാത്തതിന് ഒന്നുകൂടിയുണ്ട്, ലഹരിക്ക് അടിമപ്പെടും ആ കുടുംബത്തിലുള്ള ആരെങ്കിലും. ചിലപ്പം എല്ലാവരും, എന്തായാലും സ്ത്രീകൾ അങ്ങോട്ട് പോകത്തില്ലല്ലോ ആ ഒരു ഏരിയയിലോട്ട്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ദോഷമായിട്ട് പറയുന്നത് അല്ലേ? അപ്പോൾ അണ്ണാൻ വീണ് ചാവാൻ പാടില്ല. ചത്ത് കിടക്കുന്നത് ഭൂമിയിൽ, നമ്മുടെ ഭൂമിയിൽ അങ്ങനെ കിടക്കാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ഇത് പോകുന്നത്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ മാത്രമായിട്ട് നമ്മുടെ കൈ വരുന്നതും അത്ര ശുഭകരമായിട്ട് കണക്കാക്കുന്നില്ല. നിങ്ങൾ അങ്ങനെ കുഞ്ഞുങ്ങളെ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ ആ മരത്തിൻ്റെ ചൂട്ടിൽ തന്നെ വയ്ക്കുക. പൂച്ചയെ മറ്റുള്ള മൃഗങ്ങളൊന്നും വന്ന് എടുത്തുകൊണ്ട് പോവാതെ, ജീവികളൊന്നും വന്ന് എടുത്തുകൊണ്ട് പോവാതെ, കാക്കയൊന്നും വന്ന് കൊത്തിക്കൊണ്ട് പോവാതെ ശ്രദ്ധിക്കുക. ചിലപ്പോൾ നമ്മൾ അത് ഉദ്ദേശിച്ചായിരിക്കും നമ്മൾ ഇതിനെ എടുത്ത് മാറ്റി വീട്ടിനകത്ത് കൊണ്ടുവരുന്നത്. അങ്ങനെ നിങ്ങൾ യാതൊരു കാരണവശാലും ചെയ്യരുത്. അത് എടുത്തുകൊണ്ട് പോകുന്നവരെ എന്തായാലും അത് വന്ന് എടുത്തുകൊണ്ട് പോകും. അതിനെ എടുത്തുകൊണ്ട് പോകുന്നത് വരെ, അതായത് ഈ അണ്ണാൻ തന്നെ വന്ന് അതിനെ എടുത്തുകൊണ്ട് പോകുന്നത് നിങ്ങൾ അതുവരെ അതിന് കാവൽ നിൽക്കുക എന്നുള്ളതാണ്. സാധാരണ ഇതങ്ങനെ നിലത്ത് വീഴാറില്ല, എങ്കിലും യാദൃച്ഛികമായിട്ട് അങ്ങനെ വീഴാറുണ്ട്. അവിടുന്ന് ആ വീട് വരെ ഇല്ലാതെയാകും എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത്. ഇനി രണ്ടെണ്ണമായിട്ട് വരുന്നത് എപ്പോഴും സാധാരണ ഒറ്റയ്ക്ക് അങ്ങനെ വരാറില്ല, എപ്പോഴും ഒരാളെ കൂടെ ഉണ്ടാവും, അതവരുടെ ഫാമിലിയാണ്. അപ്പൊ ഇത് അങ്ങനെ വരുന്നത് അതീവ നല്ലതായിട്ട് ശുഭകരമായിട്ട് കണക്കാക്കുന്നുണ്ട്. അപ്പൊ അത് ലക്ഷ്മി വിഷ്ണു കടാക്ഷമായിട്ട് പുരാണത്തിൽ പോലും പറയപ്പെടുന്നുണ്ട്. സീതയ്ക്ക് പറഞ്ഞു കൊടുത്ത ഒരു കഥയുമായിട്ട് ബന്ധപ്പെട്ടാണ് ശ്രീരാമൻ.
അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞു സാറ്റർഡേയിലാണ് വരുന്നതെങ്കിൽ, ശനിയാഴ്ച വരുന്നതെങ്കിൽ പിതൃ പ്രീതിയും കൂടെ പറയുന്നുണ്ട് കേട്ടോ. പിതൃപ്രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണപ്പെട്ടു പോയവർ എന്താണ് അവരുടെ പ്രീതി, അല്ലെങ്കിൽ അവർ ശുഭാവസ്ഥയിലാണ് എന്നുകൂടി ഇതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടുമുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞു, എന്തുണ്ടെങ്കിലും അതിനൊരു പോസിറ്റീവ് വശമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദെയർ വിൽ ബി എ നെഗറ്റീവ് ഷെയ്ഡ്, ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അണ്ണാനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊന്നും നെഗറ്റീവ് ഒന്നും സംഭവിക്കാതെ ഇരിക്കട്ടെ, പോസിറ്റീവ് മാത്രം ഉണ്ടാവട്ടെ. ചിലർ പറഞ്ഞു അണ്ണാൻ ഇങ്ങനെ വരുന്നുണ്ട്, എന്താണ് ഇതിൻ്റെ ഒരു നിമിത്ത ശാസ്ത്രം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ലക്ഷണം എന്താണ് എന്ന് ചോദിച്ചത് കൊണ്ടാണ് നമ്മൾ അണ്ണാനെക്കുറിച്ച് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലതും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, മഹാരുദ്രൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം.